എല്ലാ ദിവസവും രാവിലെ ഇതാണ് സീൻ കൂട്ടുകാരെ. ആശും പോകുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ മിലോ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കൂട്ടോ. അവന് ഭയങ്കര വിഷമാട്ടോ ശരിക്കും പറഞ്ഞാൽ. ആശും പോകുന്നവരെ ആശുന്റെ കളിക്കൂട്ടുകാരനാണ് കേട്ടോ മിലോ. പിന്നെ വേഗം ഡോർ അടച്ചിട്ട് നമുക്ക് ഗേറ്റ് അടച്ചിട്ട് തിരിച്ചു വരാം. നല്ല മഞ്ഞുണ്ട് കേട്ടോ ഈ ദിവസങ്ങളിലൊക്കെ. ഇവിടെ നല്ല മഞ്ഞാണ് കേട്ടോ. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലാണ് ഞാൻ മിറ്റം അടിച്ചിടുന്നത്. അതുകൊണ്ട് മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു മനസ്സമാധാനമുണ്ട്. ഒത്തിരി ചപ്പും കാടും പള്ളയൊന്നും ഇങ്ങനെ വീണ് കിടപ്പുണ്ടാവത്തില്ല. വൈകുന്നേരം അടിച്ചിടുന്നുണ്ട്. അപ്പൊ നേരെ ഗേറ്റ് അടച്ചിട്ട് അച്ഛൻ പോകുമ്പോൾ ഡോഗ്സിനെ ജസ്റ്റ് ഒന്ന് പൂട്ടിയിട്ടിട്ടാണ് ഗേറ്റ് തുറക്കുക. അല്ലെങ്കിൽ ഇറങ്ങി ഓടും, അല്ലെങ്കിൽ വേറെ ഡോഗ്സ് ഒക്കെ കയറി വരൂലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ അഴിച്ചു വിടുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്നത്. ഗേറ്റ് അടച്ച് ഡോഗ്സിനെ വീണ്ടും അഴിച്ചു വിട്ടിട്ട് നമുക്ക് തിരിച്ചു കയറി പോരാം. പിന്നെ നമ്മുടെ ജോലികൾ ഓൾറെഡി ഞാൻ 6 മണിക്ക് എല്ലാ ദിവസവും ഇപ്പൊ എണീക്കും കേട്ടോ. 6 മണിക്ക് എണീറ്റ് ഞാൻ എന്തെങ്കിലും കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റേതായ ജോലികളൊക്കെ തുടങ്ങും. അവൻ എണീറ്റ് വരുമ്പോഴത്തേക്ക് 7 മണിയാകും. പിന്നെ അവൻ പെട്ടെന്ന് ഫുഡും കഴിച്ചിട്ട് 8 മണിയാകുമ്പോഴത്തേക്കും അവൻ പോകും കേട്ടോ. ആ ഒരു ടൈമാണിത്. അപ്പൊ അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒത്തിരി ജോലികൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ബാക്കിയുള്ള ജോലികളിലേക്കൊക്കെ നമ്മൾ പോകും. അങ്ങനെയാണ്. ഒത്തിരി കരിക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ ഒരു 3-4 ഇങ്ങനത്തെ തെങ്ങ് തന്നെ വീടിന്റെ തൊട്ട് ചുറ്റും തന്നെ നിപ്പുണ്ട് കേട്ടോ. എല്ലാത്തിലും നിറഞ്ഞുണ്ടാകും കേട്ടോ. അശ്വിനുള്ളപ്പോഴാണ് കൂടുതലും കരിക്ക്. ഒരു ഉച്ച ടൈമിലൊക്കെ എപ്പോഴും കരിക്കൊക്കെ വെട്ടിക്കുടിക്കുക. ഇത് 1 വർഷമായിട്ടുള്ള ഈ മരമുല്ല നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ് കൂട്ടുകാരെ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചോളൂ. നിറയെ വെള്ളപ്പൂക്കളുണ്ടാവും. ഇനി അത് കുറച്ചും കൂടി വളരും. മരമുല്ലയുടെ ഒരു ചെറിയ തൈ മരമാകും. രാവിലെ കുറച്ച് നേരം ഇവരിങ്ങനെ പൂട്ടിയിടും കേട്ടോ. അച്ഛന് ബൈക്ക് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഗേറ്റ് തുറക്കുമ്പോൾ ഇവര് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. തൊട്ട് മുകളിൽ റോഡും വണ്ടികൾ എപ്പോഴും ഓടുന്നതുകൊണ്ട് പേടിയാണ് നമുക്ക്. അങ്ങനെ അപ്പൊ അവര് വീണ്ടും അഴിച്ചു വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ അടുത്തോട്ട് വരും കേട്ടോ. അന്നേരമാണ് ഇവരെന്നെ ആദ്യത്തെ രാവിലത്തെ ഗുഡ് മോർണിംഗ് കേട്ടോ. ഭയങ്കര വാം വെൽക്കം ആണ് കേട്ടോ. ഇവരിങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന നമ്മളെ അവര് വാം വെൽക്കം ചെയ്യുന്ന കേട്ടോ. എങ്ങനെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മള് 8 ആയുർവേദ മരുന്നുകളും റോസാപ്പൂക്കളും നിറയെ ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ബ്യൂട്ടി മസാജ് ഓയിലും കൊണ്ട് നമുക്ക് മുഖം നന്നായിട്ട് മസാജ് ചെയ്യണം. അതിന്റെ ഗുണങ്ങളും അതുപോലെ വിവാക്സ് മോയിസ്ചറിനെ കുറിച്ചും ലിപാമിനെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ബ്യൂട്ടി മസാജ് ഓയിൽ ചേർക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തുകൊണ്ട് നമ്മളത് എല്ലാ ദിവസവും ഉപയോഗിക്കണം, എന്തുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ മുഖം ഒന്ന് മസാജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ സംസാരിക്കാം. ആ കൂടെ നമുക്ക് പാക്ക് ചെയ്യാനുണ്ട്, ഇന്ന് കൊറിയർ വിടാനുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഇനിയിപ്പോ വീടിന്റെ ഉള്ളിലേക്ക് പോകാം അല്ലെ. ഈ ഒരു പൂ വിരിയാൻ നോക്കിയിരുന്നിട്ട് ഞാനിപ്പോ ഒരാഴ്ചയായി. എന്ത് ഇത് വിരിഞ്ഞു കിട്ടുന്നില്ല. ഓക്കെ നോക്കാം. എന്തായാലും ഇത്രയും വിരിഞ്ഞില്ലേ അല്ലെ. കുറെ ടൈം എടുക്കും തോന്നുന്നു ഇതല്ലേ. നമ്മളൊരു സംഗതിയൊക്കെ നട്ടു നനച്ച് വളർത്തിക്കൊണ്ടുവന്നിട്ട് അത് പൂ വിരിയുന്നവരെ നമുക്ക് എന്താ പറയാ, ഭയങ്കര ഒരു ആകാംക്ഷയുടെ ടൈമാണ് അല്ലെ. ഇനി നമുക്കെന്താ വീട്ടിലേക്ക് കയറി പോകാം. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ജോലികളൊക്കെ തുടരാം അല്ലേ. നമ്മളിൽ പലരും രാവിലെ എണീറ്റ് കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ വല്ലാത്തൊരു നെടുവീർപ്പോട് കൂടി കഷ്ടം എന്ന് നമ്മൾ സ്വയം മനസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. എന്നിട്ട് നമ്മുടെ മനസ്സിൽ പലതരം ചിന്തകൾ വരും. എത്ര മിനുസമുള്ള കവിളുകളായിരുന്നു, എന്ത് തുടുത്തിരുന്ന കവിളുകളായിരുന്നു. ഇപ്പൊ എന്താ എന്റെ കണ്ണിന്റെ ചുറ്റും ഇങ്ങനെ വല്ലാതെ കറുപ്പ് നിറം വ്യാപിച്ചേക്കുന്നേ, എന്തു പറ്റി, ഇതുപോലെ ചുക്കി ചുളിയാന്, കഴുത്തൊക്കെ ചുളിഞ്ഞ്, അതുപോലെ മൂക്കിന്റെ ഒക്കെ മൂലില് ബ്ലാക്ക് ഹെട്ട് വൈറ്റ് ഹെട്ട്, ആകെ ഒരു ഡള്ളായ പോലെ ഭയങ്കരമായ ഒരു ഭാരം നമ്മുടെ മനസ്സിൽ നിറയുമല്ലേ. വല്ലാത്തൊരു കനം നമ്മുടെ മനസ്സിൽ നിറയുമല്ലേ. എന്ത് കണ്ണാടി പോലെ തിളങ്ങിയിരുന്ന മുഖമായിരുന്നു, ഇപ്പൊ എന്താ ഇങ്ങനെ സംഭവിച്ചേ എന്ന് നമ്മളിങ്ങനെ വല്ലാത്ത ഒരു ഭാരത്തോടെ ചിന്തിക്കാൻ തുടങ്ങും. നമ്മൾ പലർക്കും പല വട്ടം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മുഖവും കഴുത്തും ഒക്കെ ഇതുപോലെ ഡള്ളായി ചുളുങ്ങി വല്ലാത്ത ഒത്തിരി കാരണങ്ങളുണ്ട് അതിന്. പൊടിയടിക്കുന്നത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാത്തത്, ഒത്തിരി സ്ട്രെസ്, ടെൻഷൻ, അതുപോലെ തന്നെ നമ്മൾ ഉറക്കക്കുറവ്, അങ്ങനെ ജോലി സംബന്ധമായ കാര്യങ്ങൾ കൊണ്ടും ജീവിത സംബന്ധമായ കാര്യങ്ങൾ കൊണ്ടും പരിസരം കൊണ്ടും ഒക്കെ നമുക്ക് ഇതുപോലെ നമ്മുടെ ഭംഗിയും ആ ഒരു തിളക്കവും ഒരു ഓജസ്സും തേജസ്സും ഒക്കെ മങ്ങിപ്പോകാം. അപ്പൊ കാരണങ്ങൾ എന്തും ആയിക്കോട്ടെ, ഇത് നമ്മുടെ ആത്മവിശ്വാസമാണ് തകർക്കുന്നത്. നമ്മളിപ്പോ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ട്, ഈ ലേഡീസിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്ന നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരെ അല്ല, ആണുങ്ങളെ അല്ല നമ്മൾ നോക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ പുറമെ പോയിട്ടുണ്ടെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നത് മറ്റ് ലേഡീസിനെയാണ്. അവരുടെ ഡ്രസ്സ്, അവരുടെ സ്റ്റൈല്, പിന്നെ അവരുടെ സ്കിന്ന്, ഹെൽത്ത്, ഇതൊക്കെയാണ് നമ്മുടെ ബോഡി ഷേപ്പ്, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നത്. എങ്ങനെ വയറൊക്കെ കുറയ്ക്കാം, എങ്ങനെ നല്ല മുടി വളരാം, ഇതൊക്കെ തന്നെയാണ്. എങ്ങനെ മുഖക്കുരു ഇല്ലാത്തൊരു മുഖം, നല്ല തിളക്കമുള്ള സ്കിന്ന്, ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും പുറമെ പോയിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരെ കാണുമ്പോഴും നമ്മുടെ ചിന്തകളൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, പേടിക്കേണ്ട, വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഉറപ്പായിട്ടും മാറ്റം വരാൻ പറ്റുന്ന വിധത്തിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്.
ഒറ്റ ദിവസം കൊണ്ട് വെളുപ്പിക്കാം, അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ തടി കുറയ്ക്കാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒത്തിരി വാഗ്ദാനങ്ങളും പരസ്യങ്ങളും ഒക്കെ നമ്മൾ ചുറ്റോട് ചുറ്റും കാണുന്നുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അങ്ങനെയൊന്നും ഒരു മിറാക്കിൾ സംഭവിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഒരേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ സയൻസിന്റെ ബലത്തോടു കൂടി വേണം നമ്മൾ ഏത് കാര്യവും ഒന്ന് അപഗ്രഥിച്ച് നോക്കാൻ. അപ്പൊ ഒറ്റ ദിവസം കൊണ്ടൊന്നും നമ്മുടെ സ്കിന്നിന് ഒരിക്കലും വെളുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ സ്കിന്നിന് നിറം കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തിൽ മെലാനിന്റെ അളവ് കുറയുമ്പോഴാണ്. അപ്പോൾ ഇത് ഒറ്റ ദിവസം കൊണ്ടൊന്നും നമ്മുടെ ശരീരത്തിൽ മെലാനിന്റെ അളവ് കുറഞ്ഞ് മാറത്തില്ല ആ ഒരു രീതിയിൽ. പിന്നെ തിളക്കം ഒക്കെ വരണമെങ്കിൽ നമ്മുടെ സെല്ലുകൾ നന്നായിട്ട് റിജുനേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ഉള്ളിൽ നിന്ന് പുറമേ നിന്ന് കെയർ കൊടുക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം, നല്ല ഉറക്കം, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ആ കഴിക്കുന്ന ഭക്ഷണത്തിലും ഒത്തിരി വിറ്റാമിനും മിനറലും ഒക്കെ കിട്ടേണ്ട സംഗതികളുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം മാറ്റിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ നല്ല തിളങ്ങി ആ ഒരു പഴയതുപോലെയുള്ള ഒരു ഓജസ്സും തേജസ്സും ഒക്കെ തിരിച്ചു വരത്തുള്ളൂ. അപ്പൊ പുറമേ നിന്ന് നമ്മൾ ഒത്തിരി കെമിക്കൽ ആഡ് ചെയ്തിട്ടുള്ള സംഗതികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആയി വരും. പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഫ്യൂച്ചറിൽ നമുക്ക് വല്ല ക്യാൻസറോ അങ്ങനത്തെ കാര്യങ്ങളോ ഒക്കെ പിടിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, കെമിക്കലിന്റെ ഒത്തിരി ഉപയോഗങ്ങൾ കാരണമൊക്കെ. അപ്പൊ ആ ഒരു രീതിയൊക്കെ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള രീതികളിലേക്ക് മാറുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ നമുക്ക് അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇന്നൊന്ന് സംസാരിക്കാം. അപ്പൊ ഞാൻ അത്യാവശ്യം രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞു, അശമുച്ച് പോയി, ബാക്കി ഓടി നടന്ന് കുറെ ജോലികളൊക്കെ ചെയ്തു, ദോശ ഉണ്ടാക്കി കഴിച്ചായിരുന്നു. പിന്നെ നമുക്ക് ഇനിയിപ്പോ കൊറിയർ പാക്ക് ചെയ്യണം, പുറത്തു പോകണം. ആ കൂടെ നമുക്ക് ഈ സോപ്പ് ഒന്ന് ജസ്റ്റ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ബാലൻസ് ഉള്ളത് കുറച്ചും കൂടി ഞാൻ റെഡിയാക്കിയതാണ്. അപ്പൊ അതും കൂടി നമുക്കൊന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ട് ആ കൂടെ നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ആ കൂടെ അതിന് പിന്നെ നമുക്ക് നേരെ കൊറിയറും പാക്ക് ചെയ്ത് പുറത്ത് പോകണം. തിരിച്ചു വന്നിട്ട് നമുക്ക് നമ്മുടെ ബ്യൂട്ടി മസാജ് ഓയിലും കൊണ്ട് നന്നായിട്ട് മുഖം ഒരു മസാജ് കൊടുക്കണം. ഞാൻ ആഴ്ചയിൽ ഒരു 4 വട്ടം അല്ലെങ്കിൽ 5 വട്ടം ആ ഒരു രീതിയിലെങ്കിലും ഞാൻ ഉറപ്പായിട്ട് നമ്മുടെ ബ്യൂട്ടി മസാജ് ഓയിലും കൊണ്ട് മുഖവും കഴുത്തും ഒക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യും. അത്രയും പ്രധാനമാണ് നമ്മൾ ഫേസും കഴുത്തും മസാജ് ചെയ്യുക എന്നുള്ളത്. കാരണം ഒത്തിരി സ്കിന്നൊക്കെ സാഗായി പോകാതിരിക്കാൻ, ലിഫാറ്റിക് ഫ്ലോ ഒക്കെ നന്നായിട്ട് വരാന്, പിന്നെ ബ്ലഡ് ഫ്ലോ ഒക്കെ ഒന്ന് കൂടാൻ ഉറപ്പായിട്ട് നമ്മൾ മസാജ് ചെയ്യണം. അത് ഏറ്റവും നല്ല ഘടകങ്ങൾ ചേർത്ത് നമ്മുടെ ബ്യൂട്ടി മസാജ് ഓയിലും കൊണ്ടാകുമ്പോൾ അതിന് ഒത്തിരി ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും. ആ രീതിയിലാണ്. പിന്നെ ബോഡി മോയ്സ്ചർ പകലൊക്കെ നമുക്ക് ബോഡിയിൽ തേക്കാൻ പുറമേ ഒക്കെ പോകുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഞാൻ അതൊന്ന് മുഖത്ത് തേച്ചിട്ട് കിടക്കും, ബോഡി മോയ്സ്ചർ. എന്നിട്ട് രാവിലെ കഴുകി കളയും. അപ്പൊ ആ മുഖത്തിന്റെ തിളക്കവും ആ സ്കിന്നൊക്കെ നല്ല റിജിനേറ്റ് ആയിട്ട് ആ ഒരു കണ്ണിന്റെ ചുറ്റുമുള്ള കറുപ്പ് നിറമൊക്കെ മാറി നല്ല ഒരു ഗ്ലോ ആയിട്ടിരിക്കും, ഒരു എങ്ങായിട്ടിരിക്കും നമ്മുടെ സ്കിന്ന്. അതിന് വേണ്ടിയിട്ട് ആ കൂടെ നമ്മൾ ഭക്ഷണം ശ്രദ്ധിക്കണം കേട്ടോ. അത്യാവശ്യം വെജിറ്റബിൾ ഒക്കെ കഴിക്കണം. മുരിങ്ങയൊക്കെ ഞാൻ ഒത്തിരി പറമ്പിൽ നട്ടിട്ടുണ്ട്, ചീരകൾ, പലതരം ചീരകളും മുരിങ്ങ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല വേര് പിടിപ്പിച്ച മുരിങ്ങയൊക്കെ ഒരു 2 മുരിങ്ങാക്കോലൊക്കെ മേടിച്ചാട്ടോ അതൊരു അസറ്റാണ് നമ്മുടെ ഹെൽത്തിനും ബ്യൂട്ടിക്കും. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ. പിന്നെ വെള്ളം കുടിക്കണം നന്നായിട്ട്, ആ ഒരു രീതി. പിന്നെ ചിയാ സീഡ്, അശലീരി അങ്ങനത്തെ ഒക്കെ ഒരു സൈഡായിട്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ ഡെയിലി കഴിക്കണം. കുറച്ചെങ്കിലും നട്ട്സ്, ഒരു 3-4 നട്ട്സ് എങ്കിലും നമ്മൾ ഒരു ദിവസം കഴിക്കണം. കുറച്ചെങ്കിലും പയറുവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ നോൺ വെജ് ഫുൾ ഒഴിവാക്കണം എന്നൊന്നും പറയുന്നില്ല, പ്രോട്ടീൻ ഒക്കെ കിട്ടണം നമുക്ക്. അപ്പൊ നോൺ വെജ് നമുക്ക് കഴിക്കാം, പക്ഷെ വറുത്തും പൊരിച്ചൊന്നും ഓവർ ഓയിൽ ആകാതെ കുറച്ചൊക്കെ ഒരു കറി വെക്കുക, അല്ലെങ്കിൽ ഒരു ഓവർ എണ്ണ എന്നും ഉപയോഗിക്കരുത്. വല്ലപ്പോഴും ഒക്കെ കൊതി തോന്നുമ്പോൾ ഉപയോഗിച്ച് നിർത്തി കുഴപ്പമില്ല. ആ രീതിയൊക്കെയാണ്. അപ്പൊ നമുക്കിത് പാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാൻ കൂട്ടുകാരെ, നിങ്ങളുടെ മുഖത്തിന്റെയും കഴുത്തിന്റെയും കണ്ണിന്റെ ചുറ്റുമുള്ള കറുപ്പ് അങ്ങനത്തെയൊക്കെ ഒരു 95% നിങ്ങളുടെ മുഖത്തിന്റെയും കഴുത്തിന്റെയും ചുണ്ടിന്റെയും പ്രോബ്ലം നമ്മുടെ ഈ ഒരു ബ്യൂട്ടി മസാജ് ഓയിലും ബോഡി മോയ്സ്ചറും അതുപോലെ തന്നെ ലിപ് ബാം ഉണ്ട്, പ്ലെയിൻ ഉണ്ട്, ന്യൂഡ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് പുറമേ പോകുമ്പോൾ കെമിക്കലി ചേരാത്ത ലിപ്സ്റ്റിക്കിന് പകരം ലിപ് ബാം ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എഡിബിൾ കളറും ബീറ്റ്റൂട്ടിന്റെ പൗഡറും ചേർത്തിട്ടുള്ള റെഡും അതുപോലെ പിങ്കും ഉണ്ട് കേട്ടോ. അപ്പൊ ആ 2 ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു പ്ലെയിൻ ലിപ് ബാമും ബോഡി മോയ്സ്ചറും അതുപോലെ തന്നെ ബ്യൂട്ടി ഓയിലും നിങ്ങളൊന്ന് മേടിച്ച് ഉപയോഗിച്ച് തുടങ്ങുവാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിന്റെയും കഴുത്തിന്റെയും ഒരു 95% പ്രശ്നങ്ങളും എന്തായാലും മാറിക്കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയാം. കാരണം എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അത്രയും നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദ മരുന്നുകളും റോസാപ്പൂവിന്റെ ഇതളും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ബ്യൂട്ടി മസാജ് ഓയിൽ ഉണ്ടാക്കുന്നത്. ഞാൻ ഒത്തിരി വീഡിയോസ് അതിൻ്റെ അപ്പം അതിൽ ഞാൻ ചേർക്കുന്ന ഘടകങ്ങളും അതിന്റെ ഗുണങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ വി വാക്സിന്റെ ബോഡി മോയ്സ്ചർ ആണിത്. ഇതിൽ നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിനും അതുപോലെ തന്നെ വി വാക്സും കോക്കനട്ട് ഓയിലുമാണ് നമ്മൾ ചേർക്കുന്നത്. ശുദ്ധമായ കോക്കനട്ട് ഓയിലാണ് നമ്മളിത്. കെമിക്കൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മുഖത്തും കഴുത്തേലും ബോഡിയിലും എന്തെങ്കിലും ഉപയോഗിക്കണം, ചുണ്ടയിൽ ഉപയോഗിക്കണമെങ്കിൽ വി വാക്സിന്റെ ലിപ് ബാം ഉണ്ട്. ഇതിൽ നമ്മൾ വി വാക്സും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലും ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ എസൻഷ്യൽ ഓയിൽ, എഡിബിൾ ആയിട്ടുള്ള എസൻഷ്യൽ ഓയിൽ ഉണ്ട്, അതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്.
കെമിക്കൽ ഫ്രീ ആണ് എന്തായാലും എല്ലാം, നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ആ കൂടെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല റിജുനേറ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഒത്തിരി പ്രശ്നങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും. ബ്യൂട്ടി ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൽ കൂടി നമ്മുടെ മുഖത്തിന്റെ കുറേ പിഗ്മെന്റേഷനും അതുപോലെ മുഖക്കുരുവും അതുപോലെയുള്ള കറുത്ത പാടുകളും അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം മാറും. കാരണം ഞാൻ ഇതിൽ ചേർക്കുന്ന ഘടകങ്ങളുടെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എല്ലാത്തിന്റെ സയൻസും കൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ മുത്തശ്ശിമാരുടെ കാലത്ത് ഏത് സ്ത്രീകളെ നോക്കിയാലും എത്ര പ്രായമായാലും അവരുടെ സ്കിന്നിനും മുഖത്തിനും നല്ല തിളക്കം ഉണ്ടായിരുന്നു. വാർദ്ധക്യമായാലും മുഖത്തിന് ഒരു ഐശ്വര്യം ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം. 99% പേരും ആ കാലത്ത് ചെയ്തത് എന്തായിരുന്നു? കാച്ചി എണ്ണയൊക്കെ തേച്ചു വെച്ചിട്ട് നന്നായി മുഖവും കഴുത്തും കുറെ നേരം ഒന്ന് ഒഴിഞ്ഞു കൊടുക്കും. കുളക്കടവിലെ പടർപ്പില് കുറച്ചു നേരം ഇരിക്കും. പിന്നെ അലക്കാനുള്ള തുണികളൊക്കെ അലക്കി പിന്നെയാണ് മുഖത്ത് കുറച്ച് കസ്തൂരി മഞ്ഞളോ രക്തചന്ദനമോ ഇട്ട ശേഷം 10 മിനിറ്റ് വീണ്ടും കഴിഞ്ഞിട്ടാണ് നല്ല പച്ചവെള്ളത്തിൽ കുളിച്ചിരുന്നത്. മുടിക്ക് സോപ്പിന് പകരം ചെമ്പരത്തി താളിയോ അതുപോലെ മറ്റെന്തെങ്കിലും കുറുന്തോട്ടി താളിയോ ഉപയോഗിച്ച് മുടി നന്നായി ഉലച്ച് കഴുകി തോർത്തി ഇളം വെയിലത്ത് നിന്ന് ഉണങ്ങി തിരിച്ചു പോരും. ആ ഒരു രീതിയായിരുന്നു നമ്മുടെ ചെറുപ്പത്തിലും അങ്ങനെയാണ്. നമ്മുടെ മുത്തശ്ശിമാരുടെ ഒക്കെ സമയത്തും അമ്മമാരുടെ സമയത്തും ഒക്കെ ആ ഒരു രീതിയായിരുന്നു. അന്നത്തെ ആ ഒരു നാച്ചുറൽ സൗന്ദര്യവും ഇന്ന് നമ്മൾ കെമിക്കൽ ചേർത്തുണ്ടാക്കുന്ന സൗന്ദര്യവും തമ്മിൽ ആന ആട് പോലെയുള്ള വ്യത്യാസമുണ്ട്. നാച്ചുറൽ ആയിട്ട് ഈ രീതിയിലാണ് നമ്മൾ മുഖവും മുടിയും കെയർ ചെയ്യുന്നതെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു സ്വർണ്ണ തിളക്കം അവരുടെയൊക്കെ നമ്മുടെ മുത്തശ്ശിമാരുടെ അമ്മമാരുടെയും നമ്മുടെ ചെറുപ്പത്തിലും ഒക്കെ സ്കിന്നിനും മുഖത്തിനും വന്നു ചേരും. ഭക്ഷണമാണെങ്കിലോ പറമ്പിലെ മുരിങ്ങയോ ചീരയോ പപ്പായയോ വെണ്ടയ്ക്കയോ ഒക്കെ തോരൻ, പിന്നെ പച്ചക്കായ കൊണ്ടൊരു മെഴുക്ക് പുരട്ടി, കുമ്പളങ്ങ പരിപ്പ് കൊണ്ടൊരു ഒഴിച്ചുകറി, കുറച്ച് മോര് അല്ലെങ്കിൽ കട്ടത്തൈര്, തൊട്ടുകൂട്ടാൻ അച്ചാറും വടകും പിന്നെ ഒരു പപ്പടവും, ഫുഡും കുശാല്, അതുപോലെ തന്നെ കെയറും അടിപൊളി. നോൺ വെജ് നിർബന്ധമാണേലോ അയലയോ മത്തിയോ ചെമ്മീനോ ഉണ്ടാകും. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് പപ്പായയോ പൈനാപ്പിളോ മാങ്ങ ചക്കപ്പഴം ചാമ്പങ്ങ പേരയ്ക്ക ഇതൊക്കെ സാധാരണം. ഒന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെ സ്കിന്നും മുഖവും തിളങ്ങാതെ ഇരിക്കുമെന്ന്. അത്ര നല്ല ഭക്ഷണമാണ് കഴിക്കുന്നത്. പിന്നെ എണ്ണ തേച്ചുള്ള കുളി, കസ്തൂരി മഞ്ഞൾ കൊണ്ടുള്ള ഫേസ് പാക്ക്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ആയുർവേദം എന്ന ഒരു മഹാസാഗരമുണ്ട്. അതിലെ രഹസ്യങ്ങൾ ഇപ്പോൾ പരസ്യമാണ്. ഇനി നമുക്ക് ആ വഴികളിലൂടെ ഒന്ന് നടന്നു നോക്കിയാലോ? മുഖം സ്വർണം പോലെ തിളങ്ങാൻ പ്രകൃതി കനിഞ്ഞു നൽകിയ മരുന്നുകളിലൂടെ ഒരു യാത്ര പോകാം. ആയുർവേദത്തിൽ സൗന്ദര്യം എന്നത് തൊലിപ്പുറമേ കാണുന്ന വെളുപ്പല്ല, അത് ഓജസ്സും തേജസ്സുമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ദിവസങ്ങളിൽ നമ്മൾ നല്ല ഹാപ്പി ആണെങ്കിൽ നമ്മുടെ മുഖം തനിയെ തിളങ്ങും. എന്നാൽ വയ്യാതെ ഇരുന്നാൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖമൊക്കെ വല്ലാതെ മങ്ങിയിരിക്കും പോലെ വല്ലാത്തൊരവസ്ഥയായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. ആയുർവേദം പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വാത പിത്ത കഫ ദോഷങ്ങളിലൂടെ അതിന്റെ ഏറ്റക്കുറച്ചിലാണ് നമ്മുടെ ആരോഗ്യം നിർണ്ണയിക്കുന്നത് എന്നാണ്. ഇതിൽ പിത്തം കൂടുമ്പോഴാണ് മുഖക്കുരുവും ചുവന്ന പാടുകളും വരുന്നത്. വാദം കൂടുമ്പോൾ തൊലി വരണ്ട് ചുക്കി ചുളിയുന്നു. കഫം കൂടുമ്പോൾ മുഖത്തെ എണ്ണമയം കൂടി അതും പൊടിയടിഞ്ഞ് മുഖക്കുരു ഉണ്ടാകാനുള്ള സാധ്യത ഏറുന്നു. ഈ അവസ്ഥ ഒക്കെ മാറ്റി ശരീരത്തിന് സ്വർണ്ണവർണ്ണം നൽകാനും ഓജസ്സും തേജസ്സും തിരിച്ചു കൊണ്ടുവരാനും പറ്റുന്ന ചില സസ്യങ്ങളുണ്ട്. അവയെ വർണ്യഗണത്തിൽപ്പെട്ട ഔഷധങ്ങൾ എന്നാണ് ആയുർവേദത്തിൽ വിളിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൗന്ദര്യത്തിന്റെ രാജ്ഞി എന്ന് വിളിക്കാവുന്ന ഒന്നാണ് കുങ്കുമപ്പൂവ്. കാശ്മീരിന്റെ മണ്ണിൽ വിരിയുന്ന ഈ റെഡ് സ്വർണം വെറും ഒരു സുഗന്ധ സസ്യം മാത്രമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതലേ രാജകുടുംബത്തിലെ സൗന്ദര്യക്കൂട്ടിലെ പ്രധാന ഘടകം ഈ കുങ്കുമപ്പൂവായിരുന്നു. ആയുർവേദത്തിൽ ഇതിനെ കാന്തിവർദ്ധകം എന്നാണ് വിളിക്കുക. അതായത് ചർമ്മത്തിലെ തിളക്കം വർദ്ധിപ്പിക്കാൻ ഇതിന് പ്രത്യേക കഴിവുണ്ട്. അപ്പൊ നമ്മളുടെ ഈ ഒരു ബ്യൂട്ടി മസാജ് ഓയിലെ ഒരു ഘടകം ശുദ്ധമായ കാശ്മീരിൽ നിന്നുള്ള കുങ്കുമപ്പൂവാണ്. പാലിൽ ചേർത്ത കുങ്കുമപ്പൂവിന്റെ സ്വർണ്ണ നിറം നമ്മുടെ സ്കിന്നിലേക്ക് വലിച്ചെടുക്കുമ്പോൾ പ്രകൃത്യാ തന്നെ സ്കിന്നും മുഖവും വെട്ടിത്തിളങ്ങും. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മുഖത്തുണ്ടാകുന്ന പിഗ്മെന്റേഷൻ, കരുവാളി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റാനും മുഖത്തെ കറുത്ത പുള്ളിക്കുത്തുകള് കരിമംഗല്യം മാറ്റി ചർമ്മം വെട്ടിത്തിളങ്ങാൻ കുങ്കുമപ്പൂവും അതുപോലെ ആയുർവേദത്തിലെ ബാക്കിയുള്ള മരുന്നുകൾ കൂടി ആഡ് ചെയ്ത് ധാരാളം റോസാപ്പൂക്കൾ ചേർത്ത് അമ്പലത്തിലെ തേങ്ങ മേടിച്ചിട്ട് ആട്ടിയെടുത്ത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചി കുറുക്കിയ ബ്യൂട്ടി മസാജ് ഓയിലിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളെ പറ്റും. മുഖത്തെ കോശങ്ങൾക്ക് പുനർജീവൻ നൽകാനും രക്തയോട്ടം കൂട്ടാനും അതുവഴി പോഷകങ്ങൾ ഓരോ കലയിൽ എത്തിച്ചേരാനും കുങ്കുമപ്പൂവിനെ കൊണ്ട് സാധിപ്പിക്കും. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഞ്ഞളും കസ്തൂരി മഞ്ഞളും. സൗന്ദര്യ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ തന്നെ വേണം. ആയുർവേദത്തിൽ ഇതിനെ ഹരിദ്ര എന്നാണ് വിളിക്കുക. അതായത് വിഷത്തെ നശിപ്പിക്കുന്നവൾ എന്നർത്ഥം.
നമ്മുടെ മുഖത്തെയും സ്കിന്നിലെയും തിളക്കവും ഭംഗിയും കെടുത്തി കളയുന്ന ബാക്ടീരിയകളെയും പൊടി അഴുക്കിനെയും ഒക്കെ മാറ്റി മുഖം വീണ്ടും പഴയതുപോലെ തിളങ്ങാനുള്ള കഴിവ് കസ്തൂരി മഞ്ഞളിന് അപാരമാണ്. പണ്ട് കാലം മുതലേ ഇന്ത്യൻ വിവാഹങ്ങളിൽ മഞ്ഞൾ കല്യാണം, ഹൽദി എന്നൊരു ചടങ്ങ് തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു രീതിയായിട്ട് ഇപ്പം സാധാരണ കസ്തൂരി മഞ്ഞളല്ല ഉപയോഗിക്കുന്നത്. സാധാരണ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ അതിന്റെ ഇമിറ്റേറ്റ് ആയിട്ട് വരുന്ന മഞ്ഞക്കൂവ, വെള്ളക്കൂവ ഒക്കെ പൊടിച്ചതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് തേക്കുന്നത്. ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കിട്ടാനേ ഇല്ല. നമ്മുടെ പ്രൊഡക്റ്റുകളിലെല്ലാം നമ്മൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്. നമുക്ക് അതിന്റെ സെയിലും ഉണ്ട്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ധാരാളമായിട്ട് ചേർക്കുന്നത്. മുഖക്കുരുവും കറുത്ത പാടുകളും മാറ്റാൻ കസ്തൂരി മഞ്ഞളും ആര്യവേപ്പിലയും അരച്ച് മുഖത്തിടുന്നത് പണ്ട് കാലം മുതലേ ചിക്കൻ ബോക്സ് പാടുകൾ പോലും മാറാൻ നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ചെയ്തു തന്നിരുന്ന പൊടിക്കൈയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. മഞ്ഞൾ ശരീരത്തിലെ മെലാനിൻ ഉൽപാദനം നന്നായി കുറയ്ക്കുന്നു. അങ്ങനെയാണ് നമുക്ക് കുറെ നിറം കൂടി വരുന്നത്. മെലാനിന്റെ ഉൽപാദനം നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോഴാണ് നമുക്ക് കുറച്ച് വെളുത്ത നിറത്തിലേക്ക് വരുന്നത്. പാൽപ്പാടയിൽ കസ്തൂരി മഞ്ഞൾ ചാലിച്ച് ഇട്ടിരുന്നതാണ് ഏറ്റവും നല്ലത്. പണ്ട് കാലത്തും എല്ലാവരും ആ ഒരു രീതിയിലായിരുന്നു ചെയ്തിരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേരുന്ന ഏത് മീഡിയം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഒന്നെങ്കിൽ പപ്പായ പഴുത്തത്, അല്ലെങ്കിൽ തൈര്, ചിലവര് റോസ് വാട്ടർ, അങ്ങനെ നിങ്ങൾക്ക് ഏതാണ്. ഇനിയിപ്പോ ഒന്നുമില്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ ചാലിച്ചിട്ടും നമുക്ക് മുഖത്തിടാം. എന്ത് തണുപ്പാണ് ഇത് മുഖത്തിടുമ്പോഴെന്നോ. ഇത് വെറുമൊരു ഫേസ് പാക്ക് അല്ല, പ്രകൃതിയുടെ ഒരു തലോടൽ തന്നെയാണ്. അടുത്തത് നമ്മുടെ ഈ ഒരു ബ്യൂട്ടി മസാജ് ഓയിലെ ഒരു കൂട്ട് എന്ന് പറയുന്നത് ചന്ദനമാണ് കേട്ടോ. ചന്ദനത്തിന് ആയുർവേദത്തിൽ ശീതള എന്നാണ് പറയുന്നത്. അതായത് ശരീരത്തെ തണുപ്പിക്കുന്നത് എന്നർത്ഥം. ശരീരത്തിലെ കഠിനമായ ചൂട് മുഖത്തിന്റെ ഹെൽത്തിനെയും ദോഷമായിട്ട് ബാധിക്കും. ശുദ്ധമായ ചന്ദനം അരച്ച് മുഖത്തിടുമ്പോൾ കിട്ടുന്ന തണുപ്പ് അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് തന്നെ അറിയാം. അപ്പൊ രക്തചന്ദനം, നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള രക്തചന്ദനത്തിന് ഭയങ്കര കോസ്റ്റ്ലി ആണ്. അത് അല്ലാത്ത അതിൻ്റെതായ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. പക്ഷെ ഒറിജിനൽ നല്ല വില കൊടുത്ത് തന്നെ മേടിക്കണം. അപ്പൊ ആ ഒരു രീതിയിൽ ശുദ്ധമായ രക്തചന്ദനമാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പണ്ട് കാലത്ത് രാജകുമാരിമാർ ചന്ദനവും പനിനീരും യോജിപ്പിച്ച് മുഖത്തിട്ടിരുന്നത് അവരുടെ യൗവനവും സൗന്ദര്യവും ഒരു ഉടവും പറ്റാതെ ദീർഘകാലം നിലനിർത്താൻ സഹായിച്ചിരുന്നു. പനിനീരിന് പകരം ആയിരക്കണക്കിന് റോസാപ്പൂവിതൾ കൂടെ ചേർത്താണ് നമ്മൾ ഈ ബ്യൂട്ടി മസാജ് ഓയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഇതിന്റെ മേക്കിംഗ് വീഡിയോ കുറെ 3-4 വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇല്ലാത്തവർക്ക് ഞാനിവിടെ ആഡ് ചെയ്യാം എഡിറ്റ് ചെയ്യുമ്പോൾ. ഇനി മഞ്ചട്ടി എന്ന അത്ഭുത വള്ളിച്ചെടിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രക്തശുദ്ധീകരണത്തിന് ആയുർവേദം നിർദ്ദേശിക്കുന്ന ഒരു അത്ഭുത വള്ളിച്ചെടിയാണ് മഞ്ചട്ടി. പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, എന്നാൽ ഇതിന്റെ ഗുണങ്ങൾ നിങ്ങളിൽ പലർക്കും അറിയില്ല. മഞ്ചട്ടിയുടെ വേരുകൾക്ക് ഇളം ചുവപ്പ് നിറമാണ്. ഈ വേരുകൾ കഴുകി ഉണക്കി പൊടിച്ച് ഉപയോഗിക്കുന്നതാണ് ചർമ്മത്തിന് അസാമാന്യമായ നിറവും തിളക്കവും കൊണ്ടുവരുന്നത്. വർണ്ണഗണത്തിൽ, അതായത് നിറം വർദ്ധിപ്പിക്കുന്ന ആയുർവേദ മരുന്നുകളുടെ നിരയിൽ റാണിയാണ് മഞ്ചട്ടി എന്ന അത്ഭുത സസ്യം. പിഗ്മെന്റേഷൻ, മെലാസ്മ, കറുത്ത പാടുകൾ, കരിമംഗല്യം ഇവയ്ക്കൊക്കെയുള്ള അത്യുത്തമമായ മരുന്നാണ് മഞ്ചട്ടി. ഇത് രക്തത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യുകയും ചർമ്മത്തിനുള്ളിൽ നിന്നൊരു തിളക്കം നൽകുകയും ചെയ്യും. മഞ്ചട്ടിപ്പൊടി തൈരിൽ ചാലിച്ചോ പാല് ചാലിച്ചോ ഡയറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മുഖത്തിടാം കേട്ടോ. ഇങ്ങനെ ചെയ്താൽ വില കൂടിയ ബ്ലീച്ചിങ് കെമിക്കൽ മരുന്നുകൾ തരുന്നതിനേക്കാൾ 10 ഇരട്ടി ഫലം കൂടുതൽ ലഭിക്കും. സേഫ് ആയിട്ട് നമുക്ക് ഇരിക്കുകയും ചെയ്യാം. ഇത് ഡെഡ് സ്കിന്നിനെ എല്ലാം മാറ്റി നിങ്ങളുടെ യഥാർത്ഥ നിറം പുറത്തു കൊണ്ടുവരുന്നു. സത്യത്തിൽ നമ്മുടെ എല്ലാവരും സ്കിന്ന് തിളക്കമുള്ളതാണ്. പക്ഷെ ജീവിത സാഹചര്യം കൊണ്ടും ആഹാര രീതി കൊണ്ടും അത് മങ്ങിയും പൊടിയും അഴുക്കും ഒക്കെ പിടിച്ച് കരുവാളിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ആ സൗന്ദര്യം പുറത്തു കൊണ്ടുവരാൻ ഇതേപോലെയുള്ള കെമിക്കൽ ചേരാത്ത ആയുർവേദ മരുന്നുകൾ പ്രകൃതി തന്നിരിക്കുന്ന ഒരു വരദാനമായി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ കൂടി നിങ്ങൾക്ക് പറ്റും. ആയ അളവിൽ ചേർത്തുണ്ടാക്കുന്ന എണ്ണകൾ, ഫേസ് പാക്കുകൾ ഉപയോഗിക്കുന്നതിൽ കൂടി കരുവാളിപ്പിന്റെ മറ നീക്കി നിങ്ങളുടെ മുഖവും ചർമ്മവും സ്വർണം പോലെ തിളങ്ങാൻ തുടങ്ങും. ഇത് വാസ്തവമാണ്. ഉപയോഗിച്ച ശേഷം ഓരോരുത്തരും എനിക്ക് വാട്സപ്പിൽ വിടുന്ന വോയിസ് മെസ്സേജ് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രമാത്രം സന്തോഷം തോന്നും. അവരുടെ വലിയൊരു പ്രശ്നത്തിന് അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് കൂടാൻ നമ്മുടെ പ്രൊഡക്റ്റുകൾ എത്രമാത്രം ഉപകാരമാകുന്നു എന്ന് കേൾക്കുമ്പോൾ അവരുടെ ഒരു സ്നേഹം, നന്ദി അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സ് നിറയും. അതുപോലെയാണ്, അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടാണ് ഇത്. കസ്തൂരി മഞ്ഞളാണെങ്കിലും ഒറിജിനൽ കിട്ടാനേ ഇല്ല. പുറമേ കിട്ടുന്നത് ഒരു തരം മഞ്ഞ കളർ ചേർന്ന മഞ്ഞക്കൂവ പൊടിച്ചതോ വെള്ളക്കൂവ പൊടിച്ചതോ അല്ലെങ്കിൽ മഞ്ഞൾ പോലെയുള്ള എന്തോ ഒരു സാധനം, എന്തൊക്കെയോ പൊടികളാണ്. അതിൻ്റെതായ ഒരു മണമോ ഗുണമോ ഒന്നും ഉണ്ടാകത്തില്ല. വെറുതെ നമ്മൾ പൈസ മുടക്കി യൂസ് ചെയ്യാമെന്ന് മാത്രം. എന്നാൽ ഒറിജിനൽ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ ഒരു ഇളം കളറും ഉള്ളു താനും. അത് മാത്രമല്ല, അത് നമ്മുടെ മുഖത്തിട്ട് കഴിയുമ്പോൾ നല്ല
തണുപ്പുമാണ്. പിന്നെ അതിന്റെ സ്മെല്ല് ഒരു രക്ഷയില്ലാത്ത സ്മെല്ലുമാണ്. കസ്തൂരി മഞ്ഞളിന് ഒരു പ്രത്യേക തരം സ്മെല്ലും ഉണ്ട്. അപ്പൊ ചിലവര് അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ആദ്യത്തെ 1, 2, 3 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു നീറൽ തോന്നുന്നു എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്കിന്നിന് പുറമെ കണ്ണാടിയിൽ കാണുമ്പോൾ ചിലപ്പോൾ പൊട്ടലോ ഇൻഫെക്ഷനോ ഒന്നും നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മുടെ സ്കിന്നിന് അങ്ങനെ ഉണ്ടാകും. അത് നമ്മുടെ ഈ ഒരു കസ്തൂരി മഞ്ഞളിന്റെ അല്ലെങ്കിൽ നമ്മുടെ രക്തശാലി ഫേസ് പാക്കിന്റെ ഉപയോഗം കൊണ്ട് അതിന്റെ ഗുണം കൊണ്ട് തന്നെ അത് മാറി. പിന്നെ നമ്മുടെ സ്കിൻ ഓക്കെ ആയി കഴിയുമ്പോൾ ആ ഇൻഫെക്ഷൻ മാറി കഴിയുമ്പോൾ ഒരു നല്ല തണുപ്പാണ് കസ്തൂരി മഞ്ഞൾ ഒറിജിനലി നമ്മുടെ മുഖത്തിട്ടാൽ നമുക്ക് തോന്നുന്ന ഒരു ഫീലിങ്സ്. വൈകുന്നേരങ്ങളിൽ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് നടക്കുന്ന സമയം തന്നെ നമുക്ക് ബ്യൂട്ടി മസാജ് ഓയിൽ കുറച്ചെടുത്തിട്ട് മുഖത്തൊന്ന് തേച്ച് ഒരു 5 മിനിറ്റ് ടൈം കണ്ടെത്തി അതൊന്ന് മസാജ് ചെയ്ത് കഴുത്തേലേക്കൊക്കെ തേച്ച് വെച്ച് പിന്നെ നമ്മുടെ പണികളെല്ലാം കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം ഇളം ചൂടുവെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ നിങ്ങൾ എങ്ങനെയാണോ കുളിക്കുന്നത് ആ ഒരു രീതിയിൽ കുളിച്ചിട്ട് നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു മനസ്സമാധാനം, ഒരു കോൺഫിഡൻസ് അത് അങ്ങേയറ്റമായിരിക്കും. കാരണം ഓരോ ദിവസം കൂടുന്തോറും നിങ്ങളുടെ ഡെഡ് സ്കിന്നെല്ലാം പോയി, സ്കിന്നെല്ലാം നന്നായിട്ടൊന്ന് റിജുവിനേറ്റ് ആയി, മുഖത്തിന്റെ ആ ഒരു തിളക്കമൊക്കെ തിരിച്ചു വന്ന് മുഖക്കുരു എല്ലാം കുറഞ്ഞു വന്ന് പാടുകളും പുള്ളിക്കുത്തുകളും എല്ലാം മാറി മുഖത്തിന്റെ പ്രത്യേക ഐശ്വര്യവും തിളക്കവും കൂടി വരുമ്പോ ആർക്കാണ് അതിൽ സന്തോഷം തോന്നാതിരിക്കുക? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ രാവിലെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖം കുറച്ച് ഓക്കെ ആയിട്ട് നല്ല തിളങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ മുഖക്കുരു ഒന്നും ഇല്ലാതെ ഇരിക്കുന്നു, കുറഞ്ഞിരിക്കുന്നു, നമ്മൾക്ക് ഒരു ചെറിയൊരു നിറമൊക്കെ തോന്നുന്നു. അങ്ങനെയൊക്കെ തോന്നി കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു വല്ലാത്ത സന്തോഷം കയറി വരും അല്ലെ. പിന്നെ നമ്മുടെ അന്നത്തെ ദിവസത്തെ എല്ലാ പ്രവൃത്തികൾക്കും ആ ഒരു സന്തോഷം പ്രതിഫലിക്കും അല്ലെ. നമുക്ക് ഒരുങ്ങാനും പുറത്തു പോകാനും ജോലികൾ ചെയ്യാനും അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാനും ഒക്കെ ഒരു പ്രത്യേക സന്തോഷം അല്ലെ. അങ്ങനെയാണ് നമ്മൾ. അതുപോലെ തന്നെ ഇപ്പൊ പുതിയൊരു ഡ്രസ്സ് മേടിച്ചു, നമുക്ക് നന്നായിട്ട് ഇണങ്ങുന്ന ഡ്രസ്സ് കിട്ടി, അത് നമുക്കൊരു ഡ്രീമാണ് അതിട്ട് നമ്മൾ പുറത്തു പോകുന്നത് അല്ലെങ്കിൽ അത് ഇട്ടുകൊണ്ട് നടക്കുന്നത് ഒക്കെ അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിൻ കെയറിന്റെ കാര്യവും നമ്മൾ എടുക്കേണ്ടത്. ഒത്തിരി നല്ല സാധനങ്ങൾ, കെമിക്കൽ ചേരാത്ത നാച്ചുറൽ ആയിട്ടുള്ള സംഗതികൾ ഉപയോഗിക്കുക. അപ്പൊ അതിന്റെ ഒരു തിളക്കവും ഒരു പ്രസരിപ്പും ഒക്കെ കൂടുതൽ കിട്ടുമ്പോൾ അതിന്റെ സന്തോഷം നമ്മൾ എൻജോയ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. 6 മണിക്ക് ഞാൻ എല്ലാ ദിവസവും അലാം വെച്ച് എണീക്കും കേട്ടോ. അലാം വെച്ചില്ലെങ്കിലും ഞാൻ ആ സമയത്ത് കറക്റ്റ് ആയിട്ട് എണീക്കും. പിന്നെ പെട്ടെന്ന് തന്നെ വന്ന് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ ചെയ്യി, കണ്ണൊക്കെ എഴുതി, ഒരു പൊട്ടൊക്കെ കുത്തി, അങ്ങനെയാണ് കേട്ടോ ഞാൻ. പിന്നെ അത്യാവശ്യം നല്ല ഡ്രസ്സുകൾ തന്നെ ഞാൻ വീട്ടിൽ കിടെ ഇട്ടുകൊണ്ട് നടക്കുന്നത് കേട്ടോ. എന്റെ ഫ്രണ്ട് അഞ്ചു വന്നപ്പോ അഞ്ചു പോലെ എന്നോട് ചോദിച്ചു കേട്ടോ, നീ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ തന്നെയാണോ വീട്ടിലിടുന്നതെന്ന് കേട്ടോ. ഞാൻ പറഞ്ഞു അതെ, ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ തന്നെയാണ് വീട്ടിലിടുന്നതെന്ന്. കാരണം ചിലപ്പോൾ ഞാൻ ഈ രാവിലെ ഞാൻ ഒരുങ്ങി ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സോടുകൂടി തന്നെ ഞാൻ പുറത്ത് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പോവുകയും ചെയ്യും കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ എന്തിനാണ് നമ്മളൊരു ഒത്തിരി വിലേന്റെ ഡ്രസ്സുകൾ ഞാൻ മേടിക്കാറില്ല. നോർമൽ വിലേന്റെ അല്ലെങ്കിൽ നോർമലി താഴെയുള്ള വിലേന്റെ പക്ഷെ നമുക്ക് ചേരുന്ന വിധത്തിലുള്ള ഡ്രസ്സുകൾ മേടിക്കും. എന്നിട്ട് നമ്മളത് കൂട്ടി വെച്ച് എന്തെങ്കിലും വരുന്നൊരു കല്യാണ ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും വരുന്നൊരു ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കും, സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടിയിട്ട്. ചിലപ്പോൾ നമ്മൾ ജീവിതകാലത്തേ അത് ഉപയോഗിച്ചു എന്ന് വരത്തില്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടേതായ സ്കിൻ കെയറും ബ്യൂട്ടി കെയറും ഒക്കെ ചെയ്ത് നമ്മൾ നല്ല മിടുക്കിയായിട്ട് നമ്മളോട് തന്നെ നമുക്കൊരു കമ്മിറ്റ്മെന്റ് വേണം. ആ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് ഒരുങ്ങി നല്ല ഡ്രസ്സുകൾ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ നമ്മൾ ഡെയിലി ഇട്ട് തന്നെ തീർക്കണം. അല്ലാതെ നമ്മളത് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ആ പോളിസി എടുക്കുന്നത് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ ഞാൻ മാറി നമ്മൾ നെറ്റിക്ക് ഇടുക എന്ന് പറയും, പക്ഷെ അങ്ങനെയല്ല, നമ്മളത് ഇടുക. ആ ഒരു രീതിയിലിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ തലേദിവസം തന്നെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് പിറ്റേ ദിവസം രാവിലെ എല്ലാം അരിഞ്ഞ് അങ്ങനെ ഉണ്ടാക്കുന്നൊരു എനിക്ക് ടൈം കിട്ടത്തില്ല. പ്ലസ് എന്റെ ജോലികൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത് തലേ ദിവസം തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ രീതിക്ക് ചിലപ്പോൾ ഞാൻ പുട്ടൊക്കെ പുഴുകി വെക്കും ആ രീതിയിൽ, അല്ലെങ്കിൽ ദോശയ്ക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, പെട്ടെന്ന് തന്നെ കറിയൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ടാവും ആ രീതിയിൽ. പിന്നെ ചട്നിയൊക്കെ മാത്രമാണെങ്കിലാണ് രാവിലെ ഉണ്ടാക്കത്തുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ ദോശയാണ് ഉണ്ടാക്കി കഴിച്ചത്, ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അശുകൊച്ച് രാവിലെ ജോലിക്ക് പോകുന്നോട്ട് ഞാൻ അവന് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും നോൺ വെജും കൂടി ഉണ്ടാക്കും. അവൻ അതാണ് ഇഷ്ടം. അപ്പൊ ആ രീതിയിൽ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ബ്രെഡ് മുരിച്ചു കൊടുക്കുക, അങ്ങനത്തെ എന്തെങ്കിലും പൊടിക്കൈകളിൽ ഒപ്പിക്കും, അല്ലെങ്കിൽ മുട്ടയിൽ ബ്രെഡ് മുക്കി പൊരിക്കുക, ആ ഒരു രീതിയിലൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് ഞാൻ വിടുന്നത്. പിന്നെ അവർക്ക് ഒരു 9:30-10 മണിയൊക്കെ ആവും ഫുഡ് കിട്ടുമ്പോ. അപ്പൊ അതുവരെ വിശന്നിരിക്കണ്ടെന്ന് ഓർത്തിട്ട് ചായയും ജസ്റ്റ് ഒരു സ്നാക്ക് പോലെ എന്തെങ്കിലും ആക്കി കൊടുക്കും, ആ രീതിയിലാണ്. അപ്പൊ ഞാനും അപ്പൊ 6 മണിക്ക് എണീറ്റിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ അത് കഴിക്കും. എണീറ്റ് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കും കേട്ടോ. അപ്പൊ ഞാനതെല്ലാം കഴിച്ചിട്ട് പിന്നെ അപ്പം മുതൽ ഞാൻ എന്റെ ജോലികൾ ചെയ്യും. എല്ലാം ഒരു പ്ലാൻഡ് ആയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ജോലികൾ ഏകദേശം തീർക്കുകയും ചെയ്യാം, നമുക്കൊരു സമാധാനമുണ്ട്. ഞാൻ അതെല്ലാം വിശദമായിട്ട് കാണിച്ചു തന്നിട്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കി കാണിച്ചു തരാം. കാരണം എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്,
100 കൂട്ടം പണിയുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അത് എങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളൂ എന്ന് ചിന്തിക്കാം. ആ രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതുപോലെ ഞാൻ നമ്മുടെ മഞ്ഞൾ റൂം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് റൂമിൽ നിന്ന് സൈഡ് സ്റ്റോക്ക് റൂമാണ് കേട്ടോ. മുകളിൽ നമുക്ക് വേറെ സ്റ്റോക്ക് റൂം ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് സൈഡായിട്ട് താഴെ നമ്മുടെ റൂമിലേക്ക്, മഞ്ഞൾ റൂം എന്ന് ഞാൻ പേരിട്ട് വിളിക്കുന്ന ആ റൂമിലേക്ക് ഞാൻ അത്യാവശ്യ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും. അലമാരികളിൽ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ അതിൽ നിന്ന് ഞാനിങ്ങനെ ഓരോ ലിസ്റ്റ് നോക്കി നിങ്ങളുടെ പിന്നെ നെയിം സ്ലിപ്പ് നോക്കിയിട്ട് ഞാൻ അവനവന്റെ സാധനങ്ങൾ എടുത്തിട്ട് ഈ ടേബിളിലേക്ക്, ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവെക്കും. ആക്ച്വലി ഇതൊരു വലിയ ഡൈനിങ് ടേബിൾ ആണ് കേട്ടോ. ഇതിൽ ഞങ്ങൾ ആരും ഇരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. എല്ലാവരും ഒന്നെങ്കിൽ ടിവിയുടെ മുമ്പിൽ അല്ലെങ്കിൽ അവനവന്റെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ അങ്ങനെയാണ് ഫുഡ് കഴിക്കാൻ പോയിരിക്കുക. അങ്ങനെ എനിക്കും എന്റേതായ ഒരു പ്രൈവസി പ്ലേസിൽ ഇരുന്ന് എൻജോയ് ചെയ്ത് വീഡിയോസ് ഒക്കെ കണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഒക്കെ കണ്ട് അങ്ങനെ ഫുഡ് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടട്ടോ. ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ഫുഡ് കഴിക്കുന്ന രീതി ഞങ്ങൾ വളരെ അപൂർവമുള്ളൂ കേട്ടോ. വല്ലപ്പോഴും സിനിമയൊക്കെ കാണുമ്പോൾ ഒന്നിച്ചിരുന്ന് കാണുമ്പോൾ മാത്രമേ അങ്ങനെ ഞങ്ങൾ കഴിക്കാറുള്ളൂ. ബാക്കി എല്ലാം അവനവന്റെ റൂമിൽ, അവനവന്റെ കമ്പ്യൂട്ടറിന്റെ റൂമിലായിരിക്കും. അത് അത്ര നല്ല ശീലമൊന്നുമല്ല, എന്നാലും അങ്ങനെയാണ് നമ്മൾ. അപ്പൊ ഈ ഡൈനിങ് ടേബിൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഉപകാരമായിട്ടോ. നമ്മുടെ ഈ പ്രൊഡക്റ്റുകളൊക്കെ പാക്ക് ചെയ്യാനും ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾക്ക് അത് ഉപകാരമായി. അപ്പൊ ഞാനിങ്ങനെ ഓരോ നെയിം സ്ലിപ്പ് നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവെക്കും. എന്നിട്ട് അത് സ്വസ്ഥമായിട്ട് ഇവിടെ നിന്ന് പാട്ട് വെക്കും കേട്ടോ. പാട്ടും വെച്ചിട്ട് ഞാൻ ഇതെല്ലാം എൻജോയ് ചെയ്ത് രാവിലെ, എന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൊറിയർ ഡേ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങ് ലേറ്റ് ആയിട്ട് കൊടുക്കാനും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അത്രയും എനിക്ക് അന്നന്ന് പാക്ക് ചെയ്ത് വിടാനും പറ്റില്ല. DTDC കൊറിയർ ആണെങ്കിൽ നമുക്ക് കുറേയും കൂടി കൂടുതൽ പാക്ക് ചെയ്ത് അവർക്ക് ഒരു 4:30 മുമ്പൊക്കെ എത്തിച്ചാൽ മതി. 5:30 ആകുമ്പോഴാണ് അവരുടെ പ്രൊഡക്റ്റ് പോകുന്നത്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഇവിടെ അങ്ങനെയല്ല. നമ്മളൊരു 2 മണിക്ക് മുമ്പേ 12:30 എങ്കിലും ആകുമ്പോൾ കൊണ്ടുവരുമെന്നാണ് അവർ പറയുന്നത്. എന്നാലും 2 മണിക്ക് മുമ്പ് നമ്മൾ മസ്റ്റ് ആയിട്ട് കൊണ്ടുപോകണം. അപ്പൊ എനിക്ക് എവരിഡേ അത്രയും പ്രൊഡക്റ്റ് ഇപ്പൊ എനിക്ക് സെൻഡ് ആക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ മാക്സിമം കൊടുത്തു വിടും അങ്ങനെ. അപ്പൊ പാക്ക് ചെയ്താൽ രാവിലെ തന്നെ നമ്മൾ തുടങ്ങി പാക്കിംഗ് ആണെങ്കിൽ നമുക്കൊരു 2 മണിക്ക് മുമ്പ് പെട്ടെന്ന് കൊടുത്തു വിടാൻ പറ്റത്തുള്ളൂ. ബെന്നിച്ചേട്ടൻ കൊണ്ടുപോയിക്കോളൂ, ഓട്ടോയ്ക്ക് കൊണ്ടുപോയിക്കോളൂ. പിന്നെ ചില ദിവസങ്ങളിൽ ഞാനും പോകും. എനിക്ക് മറ്റെന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ ആ ഓട്ടോയിൽ തന്നെ അങ്ങ് പോവുകയും ചെയ്യാലോ. അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ കേട്ട് ഞാൻ ഇവിടെ നിന്ന് പാക്ക് ചെയ്യും കേട്ടോ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് എല്ലാ പ്രൊഡക്റ്റുകളും മേടിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചൺ ഐറ്റംസ് ആണെങ്കിലും മൈക്രോ ഫൈബറിന്റെ ചവിട്ടികളാണെങ്കിലും എല്ലാം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ അവരുടെ കയ്യിലുള്ള പൈസ അനുസരിച്ച് അതും ഒരു സന്തോഷമാണ്, അതൊരു കെയർ ആണ്. ശരിക്കും നമ്മളെ തന്നെ കെയർ ചെയ്യുന്ന ഒരു രീതിയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഹെൽത്ത് കെയർ പ്രോഡക്റ്റുകൾ, കിച്ചൺ ഐറ്റംസ്, അതൊക്കെ നമ്മുടെ ലേഡീസിന്റെ ഒരു ഡ്രീമാണ്. അപ്പൊ നമ്മുടെ ബാക്കിയുള്ള ചെലവുകളിൽ നിന്ന് കുറച്ച് പൈസ കൂട്ടി വെച്ചിട്ട് അതിന് പറ്റുന്ന എത്ര, ഇപ്പൊ ഒരു ലിപ്പാം ആയിരിക്കാം, ചിലപ്പോൾ ഒരു ക്രാക്ക് ബാം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കസ്തൂരി മഞ്ഞളുടെ പാക്ക് ആയിരിക്കാം, അങ്ങനെ നമ്മൾ മേടിക്കുക, നമ്മൾ തന്നെ കെയർ ചെയ്യുക. അതൊക്കെ ഒരു സന്തോഷമാണ്. നമ്മുടെ ശരീരത്തിലേക്ക് 4 തരം ഹാപ്പി ഹോർമോണുകൾ ഉണ്ടാകാൻ നമ്മുടെ സെൽഫ് കെയർ ഒത്തിരി പ്രയോജനം ചെയ്യും. അങ്ങനെ നല്ല നല്ല ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ സൗന്ദര്യം അതോടുകൂടി കൂടാൻ തുടങ്ങും. മനസ്സന്തോഷം കൂടുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് തിളങ്ങാൻ തുടങ്ങും. അതും ഒരു പ്രത്യേകതയാണ്. അപ്പൊ അതിന് നമ്മളെ തന്നെ കെയർ ചെയ്യണം. അങ്ങനെയാണ്. അപ്പൊ അതിൽ ഓരോ സംഗതികൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ചെറിയ ചെറിയ പ്രൊഡക്റ്റുകൾ മേടിക്കുന്നവരുണ്ട്, ഒത്തിരി പ്രൊഡക്റ്റുകൾ ഒന്നിച്ച് മേടിക്കുന്നവരുണ്ട്. 16,000 രൂപ 17,000 രൂപയുടെ പ്രൊഡക്റ്റുകളൊക്കെ ഒന്നിച്ച് മേടിക്കുന്നവരുണ്ട്. 160 രൂപേന്റെ അല്ലെങ്കിൽ 190 രൂപേന്റെ ചെറിയ പ്രൊഡക്റ്റുകൾ മേടിക്കും. 120 രൂപയുടെ പ്രൊഡക്റ്റുകൾ, നമ്മുടെ ചെറിയ പ്രൊഡക്റ്റുകൾക്ക് എനിക്ക് തോന്നുന്നു 60 രൂപ 70 രൂപേന്റെ വരെ പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ അത് മേടിക്കുന്നവരുണ്ട്. ആ ഒരു രീതിയിലാണ്. അങ്ങനെ ഒരു വലിപ്പച്ചെറുപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് ചെറിയൊരു സംഗതികൾ നമ്മൾ മേടിക്കുക, നമ്മളെ തന്നെ നമ്മൾ കെയർ ചെയ്യുക. അതെന്തോ ആയിക്കോട്ടെ, കിച്ചൺ ഐറ്റംസ് ആയിക്കോട്ടെ. ഇപ്പൊ ഇങ്ങനത്തെ മൈക്രോ ഫൈബറിന്റെ ടവലുകളൊക്കെ, ക്ലീനിങ് ടവലുകളൊക്കെ അടിപൊളിയായിട്ടുള്ളത് വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒക്കെ ഷോർട്സ് വീഡിയോസ് ഇടാം. എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടുള്ള കുഴപ്പങ്ങളാണ്. ഈ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിയുമ്പോഴത്തേക്ക് 2 മണി അങ്ങനെ ആ ഒരു ടൈം ആവും. പിന്നെ നമുക്ക് പിറ്റേ ദിവസത്തേനുള്ള കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ക്ലീനിങ് ഉണ്ട്, നമ്മുടെ വലിയ വീടും കാര്യങ്ങളും മിറ്റവും അങ്ങനെ. പിന്നെ ചെടികളെല്ലാം അയ്യോ അമ്മയെ ഓടി വായോ വെള്ളം തായോ എന്ന് പറഞ്ഞ് നിൽക്കുമായിരിക്കും. ആ കൂടെ പെറ്റ്സുകൾ, അവരെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി വീഡിയോസ് എനിക്ക് മേക്ക് ചെയ്യാൻ പറ്റത്തില്ല. വീഡിയോ പിന്നെയും ഉണ്ടാക്കാം, പക്ഷെ അത് എഡിറ്റ് ചെയ്തിടാൻ ഒത്തിരി സമയം വേണം. അപ്പം നമ്മള് ഒറ്റയാൾ പട്ടാളമായതുകൊണ്ട് നമുക്ക് ഒത്തിരി ടൈമിന്റെ കുറവുണ്ട്. അങ്ങനെയാണ്. പിന്നെ വൈകുന്നേരം ആവുമ്പത്തെ ക്ഷീണാവും, നമുക്ക് ഉറങ്ങിയില്ലെങ്കിൽ അതിന് വലിയ പ്രശ്നമല്ലേ. പിറ്റേ ദിവസത്തേന് നമ്മൾ ചതഞ്ഞേന്നിരിക്കും. അതുകൊണ്ട് എനിക്ക് ഒത്തിരി സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ നോക്കുന്നുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ കിട്ടുമോ എന്നുള്ളത് ഞാൻ നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് കൂടുതൽ വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റും. ദൈവം നമ്മളെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഹെൽപ്പിനായിട്ട് ആരെങ്കിലും വന്നു ചേരുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പം ആ ഒരു രീതിയിൽ അപ്പൊ നമ്മളിങ്ങനെ ഓരോ പ്രൊഡക്റ്റുകളായിട്ട് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് വിടണം. ഇപ്പൊ ഒരു പുതിയ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DTDC കൊറിയർ ആണെങ്കിലും പോസ്റ്റ് ഓഫീസുകാരാണെങ്കിലും അവരിങ്ങനെ ബോക്സിന്റെ ഒക്കെ നീളവും വീതിയും വണ്ണവും ഒക്കെ നോക്കിയിട്ട് അളന്നിട്ട് അതനുസരിച്ച് മെട്രിക് കാൽക്കുലേഷൻ എന്ന് പറയും. അങ്ങനെ അവർ പൈസ കൂടുതൽ മേടിക്കുന്നുണ്ട്, കൊറിയർ ചാർജ്.
അത് നമുക്കൊരടിയായി പോയി. നമുക്കിപ്പോ നമ്മുടെ കസ്റ്റമേഴ്സിനോട് അങ്ങനെ ഒത്തിരി പൈസ കുറേ ചാർജ് ആയിട്ട് തരണമെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. പക്ഷെ നമുക്കത് ഭയങ്കര അടിയായി പോയി. ഇത്രയും നാളത് വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പൊ കുറച്ച് വലിയ പാക്കറ്റ് ഇപ്പൊ ഞാൻ പാക്ക് ചെയ്യുന്ന ഈ പാക്കറ്റിന് പോലും അവര് നീളവും വണ്ണവും വീതിയും ഒക്കെ എടുക്കും. എന്നിട്ട് സാധാരണക്കായാലും ഇപ്പം നോർമലി ഒരു 40 രൂപ 60 രൂപയൊക്കെ ആണെങ്കിൽ അതിനേക്കായാലും ഒത്തിരി കൂടുതൽ ഇപ്പൊ 160 രൂപ 140 രൂപ ആ ഒരു രീതിയിലേക്ക് അവർ കൊറിയർ ചാർജ് ആക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് DTDC കൊറിയറിൽ നിന്ന് വിട്ടുപോകുന്നത്. അവരെ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് കൂട്ടിയെടുക്കുന്നു. അത് വെച്ച് നോക്കുമ്പോൾ പോസ്റ്റ് ഓഫീസ് കുറച്ചും കൂടി ഒരു പൊത്തുവരുത്തമുണ്ട് അങ്ങനെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്ക് മാറി. എന്നാൽ അവിടെ ഇതുപോലെ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഇതുവരെ കൊറിയർ ചാർജ് ഒന്നും കൂട്ടിയിട്ടില്ല, നമുക്ക് ഇങ്ങനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് നോക്കാം. എന്നാലും ഞാൻ പറയുകയാണ്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മുടെ കസ്തൂരി മഞ്ഞളാണെങ്കിലും രക്തശാലി ഫേസ് പാക്ക് ആണെങ്കിലും ഇതുപോലെ ബ്യൂട്ടി മസാജ് ഓയിൽ, അതുപോലെ ബോഡി മോയ്സ്ചർ, ലിപ് ബാം, ക്രാക്ക് ബാം ഉണ്ട്. നമുക്ക് അങ്ങനെ ബ്യൂട്ടി പരമായ ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ ഇത് മാത്രമല്ല കൂട്ടുകാരെ നമ്മൾ നോക്കണ്ടേ, മില്ലറ്റ്സ് ഒക്കെ കഴിക്കണം. അതുപോലെ നിങ്ങൾ എന്തായാലും പറമ്പില് അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലെങ്കിലും ഒരു വലിയ ചെടിച്ചട്ടിയെങ്കിലും മേടിച്ചിട്ട് കുറച്ച് ചീരകള്, കുറച്ച് മുരിങ്ങ, അങ്ങനത്തെ സംഗതികളൊക്കെ നട്ടു വളർത്തണം. പിന്നെ നമ്മളിപ്പോ അവോക്കാഡോയുടെ തൈകൾ സെയിൽ ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ് കൂട്ടുകാരെ. ഒരു മരം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 വർഷത്തിനുള്ളിൽ കായ്ക്കാൻ തുടങ്ങും. അതൊരു വരുമാന മാർഗം കൂടിയാണ് കേട്ടോ. ഒത്തിരി ഉണ്ടാകും. നമ്മളത് പറിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർ kg 180 രൂപ 200 രൂപയ്ക്കൊക്കെ അവർ എടുത്തോളും അങ്ങോട്ടേക്ക്. ആ ഒരു രീതിയിലാണ്. നമുക്കൊക്കെ ഒത്തിരി പൈസ അങ്ങനെ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ കുറെ അവക്കാഡോ മരങ്ങൾ ഇങ്ങനെ കാച്ചു നിൽക്കുമ്പോൾ റോഡ് അരികായതുകൊണ്ട് അവര് തന്നെ കച്ചവടക്കാർ തന്നെ വന്ന് ചോദിക്കും പറിച്ചെടുത്തോട്ടെ. അപ്പൊ അവരിങ്ങനെ പാട്ടം എടുക്കുമ്പോൾ അത് എടുക്കും. അപ്പൊ 3-4 ട്രിപ്പ് അത് ഒരു പ്രാവശ്യം പൂക്കുമ്പോൾ തന്നെ ഉണ്ടാകും. അവരിങ്ങനെ ഓരോ ട്രിപ്പും വന്ന് ഒരു തരം തോട്ടി ഉപയോഗിച്ചിട്ട് അവരത് പറിച്ചെടുക്കും. അങ്ങനെയാണ്. അപ്പൊ നമുക്കത്ര ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം ഇത് ഉണ്ടാകും. നിലത്ത് വീണ ചാടി പോവുകയും ചെയ്യും ഒരു പരിധി കഴിയുമ്പോ. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് അത് ഒന്നിച്ചേ പഴുത്ത് കിട്ടത്തുള്ളൂ അവൾ പറിച്ചു വെച്ചാൽ. അപ്പൊ നമുക്കത് അത്രയും തിന്നാൻ പറ്റത്തില്ല. പിന്നെ ഇത് നല്ല പൊട്ടാസ്യം ആയതുകൊണ്ട് ഒരു പരിധിക്കുള്ള ഒരു ദിവസം തന്നെ നമുക്ക് അങ്ങനെ തിന്നാനും പാടില്ല. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്കത് ഒരു വരുമാന മാർഗം കൂടിയാണ് അവക്കാഡോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലേഡീസിന് അതൊക്കെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. 4-5 അവക്കാഡോ മരം നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരെണ്ണെങ്കിലും എന്തായാലും നടാനുള്ള സ്ഥലം ഉണ്ടാവുമല്ലോ. കുറച്ച് പടർന്ന് വലിയ മരമാകും. അതുകൊണ്ട് ഇങ്ങനെ കറണ്ട് കമ്പിയുടെ ഒന്നും അടുത്തല്ലാത്ത വിധത്തിൽ ഞാൻ അങ്ങനെ വെട്ടിക്കളയേണ്ടി വന്നു. കറണ്ട് കമ്പിയുടെ മുമ്പിൽ ഒരു വലിയ മരം അതിലേക്ക് ടച്ച് ചെയ്യുമെന്നായി കഴിഞ്ഞപ്പോൾ ഞാനത് വെട്ടി. അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വലിയ വലിയ മരങ്ങളൊക്കെ നടുമ്പോൾ ആ രീതിയിലേക്ക് അങ്ങനെ നട്ട് ജസ്റ്റ് നനച്ചു കൊടുക്കുക, അത് വളർന്നോളൂ ആ രീതിയിൽ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളിപ്പം അനാവശ്യമായിട്ട് ഈ ഒത്തിരി പൈസ കളയുന്നതിൽ ഭേദം നമ്മളുടേതായ കെയറുകളാണ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് മരങ്ങൾ, വെജിറ്റബിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മുറ്റത്തിന്റെ ചുറ്റും ഇപ്പൊ എന്ന് വെച്ചാൽ വലിയ വലിയ പൂച്ചട്ടികളിൽ എന്തും നടാം. ആ രീതിയിലാണ് അത് വളർന്ന് ഇതായിക്കോളും. അങ്ങനെ ചിക്കുവിന്റെ തൈകള്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവക്കാഡോന്റെ മരങ്ങള്, അതുപോലെ ഫ്രൂട്ട്സ് മരങ്ങൾ, പേരയ്ക്കൊക്കെ വൈറ്റമിൻസ് അത്ര നല്ല നമ്മുടെ സ്കിന്നിന്. അപ്പൊ അങ്ങനെയൊക്കെ ഓവർ മധുരമുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കരുത്. അത് നമ്മൾ നോട്ട് ചെയ്യണം. നമുക്കിപ്പോ വണ്ണം കുറയണം, സ്കിൻ നന്നായിട്ടിരിക്കണം. കൊടുത്തു. പിന്നെ ഞാൻ ബേക്കറി കയറി. പിന്നെ 1-2 പ്രൊഡക്റ്റുകൾ നമുക്ക് വന്നത് എടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം എടുത്തു. പിന്നെ ബേക്കറി കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു വന്നു. സാധനങ്ങൾ ബാക്കിയെല്ലാം മേടിച്ചിട്ട് തിരിച്ചു വന്നു. ഇപ്പൊ വന്നൊന്ന് മുഖമൊക്കെ കഴുകി ഒരു ചായയൊക്കെ വെച്ച് കുടിച്ചു. അപ്പൊ കുറച്ച് ഫ്രഷായി. ഇനിയിപ്പം വൈകുന്നേരത്തെ പണികളൊക്കെ തുടങ്ങും. ഞാൻ ചോറൊക്കെ ഇനിയിപ്പോ വൈകുന്നേരത്തെ ഡിന്നർ പ്രിപ്പറേഷനൊക്കെ ഞാൻ തുടങ്ങും. ഞാനൊരു 3 മണി 3:30 മുതലേ തുടങ്ങും കേട്ടോ. ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അപ്പം 4 മണിക്ക് എന്തായാലും തുടങ്ങും. അപ്പൊ ചോറൊക്കെ വെക്കണം. ബാക്കി കറികളൊക്കെ ഇരിപ്പുണ്ട്. ചോറൊക്കെ വെക്കണം, കറികളൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാം ഒന്ന് അടിച്ചു വാരി മിറ്റമൊക്കെ ഒന്ന് അടിച്ച് ചെടിയൊക്കെ നനച്ച് വേഗം കുളിക്കും. അങ്ങനെയാണ്. പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ അങ്ങനെ എഡിറ്റ് ചെയ്യും. പിറ്റേ ദിവസത്തേനുള്ള കൊറിയറെല്ലാം എഴുതും. ആ രീതിയൊക്കെയാണ്. നാളെയൊക്കെ എന്തോ ബന്ധാന്ന് അങ്ങനെ എന്തൊക്കെ കേട്ടു, ഹർത്താലാന്ന്. അപ്പൊ അതുകൊണ്ട് കൊറിയർ എഴുതേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ രക്തശാലി ഫേസ് പാക്കും കസ്തൂരി മഞ്ഞളും ഒരിക്കലും അങ്ങനെ 2 മണിക്കൂറൊന്നും വെക്കാൻ പാടില്ല. മാക്സിമം 10 മിനിറ്റ് 12 മിനിറ്റ് അത്രേ വെക്കാവുള്ളൂ. പക്ഷെ ബ്യൂട്ടി ഓയിലും ബോഡി മോയ്സ്ചർ നമുക്ക് എത്ര നേരം വേണേലും മുഖത്ത് തേച്ച് വെക്കാം. അങ്ങനെയൊക്കെയാണ്. വേണമെങ്കിൽ ഓവർനൈറ്റ് ഒക്കെ തേച്ചിട്ട് കിടന്ന് പിറ്റേ ദിവസം കഴുകി കളഞ്ഞാൽ മതി, ഒരു കുഴപ്പമില്ല. ബ്യൂട്ടി ഓയിലും ബോഡി മോയ്സ്ചറും ഓക്കെ. അങ്ങനെ അപ്പൊ നമുക്ക് നമ്മുടെ ബ്യൂട്ടി ഓയിൽ എടുത്തിട്ട് മുഖത്തും തേച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം.